നമ്മളിൽ പലരും ഒരു എക്സ്ട്രാ ഏണിങ്സ് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണിത്. 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ യാതൊന്നുമല്ല. ജെന്യൂൻ ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കാശ് ഉണ്ടാക്കാം. അഥവാ പാർട്ട് ടൈം ആയിട്ടോ അതല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനും ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടുണ്ട്. കാരണം വരുമാനമൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ജോലി തന്നെയാണിത്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മുൻപോട്ടുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിന് മുൻപ് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതിന് വേണ്ടി അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജോലി എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറിയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ളവരിൽ ഈ ജോലി ആർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഒരു ജോലി കഴിഞ്ഞ് ഫ്രീ ടൈം ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അതുമല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ സാധിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ്. അഥവാ സ്വിഗ്ഗി, സൊമാറ്റോയിൽ ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആളായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതിന് 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇതിനെ അപേക്ഷിക്കാം. എത്ര വയസ്സ് വരെ എന്നുള്ള പരിധിയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് 2 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒരു 2 വീലർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. സ്വന്തമാകാം, അതല്ലെങ്കിൽ മറ്റുള്ളത് ആരുടേതുമാകാം. ഒരു 2 വീലർ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിങ്ങനെയുള്ള 2 ഡോക്യുമെൻസുകൾ ഉണ്ടാവണം. ഇത്രയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ജോലിക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. ഇതിൽ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ജോലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, രജിസ്റ്റർ ചെയ്യലാണ്. ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. സ്വിഗ്ഗി വേണമെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ വേണമെങ്കിൽ സൊമാറ്റോ. ഞാൻ സൊമാറ്റോയിൽ ജോലി ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരു ദിവസം 500 മുതൽ 1000 രൂപ വരെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ അത് കിട്ടുന്നത് നല്ലത്. വെറുതെ ഇരിക്കുമ്പോൾ 500-1000 ഒക്കെ കിട്ടുന്നത് നല്ലത് തന്നെയല്ല. കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമൊന്നുമില്ല. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അത്തരത്തിലുള്ള ഒരു ജോലിയാണ്. മാത്രവുമല്ല, ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊരു സർവീസായി കൂടി കാണുകയാണെങ്കിൽ അതിൽ യാതൊരുവിധ മടിപ്പും വരികയില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ സൊമാറ്റോയിൽ നമുക്ക് ഡെലിവറി ചാർജ് തരുന്നത് കൂടാതെ നമുക്ക് ടിപ്സുകളൊക്കെ തരുന്ന നല്ല നല്ല ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ ഏണിങ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിലൊന്നും യാതൊരു മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതാണ്. ആരുടെയും പിടിച്ചു പറിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള ഒന്നും തന്നെ പോകുന്നതല്ല. നമ്മൾ നമ്മുടെ പ്രയത്നം കൊണ്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന കാശാണ്. ചില ആളുകൾക്കൊക്കെ ഡെലിവറി ബോയ് എന്ന് പറയുമ്പോൾ മടി തോന്നാറുണ്ട്. അങ്ങനെ യാതൊന്നും തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഏരിയയിൽ ഏതാണോ കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്, ഇപ്പോൾ സ്വിഗ്ഗി ആണെങ്കിൽ സ്വിഗ്ഗി, അതല്ലെങ്കിൽ സൊമാറ്റോ ആണെങ്കിൽ സൊമാറ്റോ, നിങ്ങളുടെ ഏരിയയിൽ ഏതാണോ കൂടുതലായിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ട സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ സമയത്ത് ഇതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് 1, 2, 3 അല്ലെങ്കിൽ 5, 6 മണിക്കൂറുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഇത്ര ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ഇന്ന ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ദിവസം ചെയ്യണമെന്നോ അങ്ങനെ യാതൊരു നിബന്ധനയും ഇതിനകത്തില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത് ആ സമയത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. 2ലും ഒരേ രീതിയിലുള്ള ഏണിങ്സ് തന്നെയാണ് ലഭിക്കുന്നത്. അഥവാ ഡെലിവറി ചാർജൊക്കെ നമുക്ക് 2ലും ഒരേ രീതിയിലാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് വരുന്നത്, അപ്പോൾ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും ഏതാണോ നിങ്ങളുടെ ഏരിയയിൽ ഫേമസ് ആയിട്ടുള്ളത് ആ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഏതാണോ ഓർഡർ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓട്ടങ്ങൾ ലഭിക്കും. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ പാൻ കാർഡ്, വണ്ടിയുടെ RC, ലൈസൻസ് എന്നിവ അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഡെമോ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുക, OTP വരും. OTP കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് സിമ്പിളായിട്ട് ഫോം ഫില്ല് ചെയ്ത് ആവശ്യമായ ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ആവുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്ലോട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യുന്ന രീതി, അതിൽ തന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക. കോഴ്സ് എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള സംഗതിയൊന്നുമല്ല. സിമ്പിളായിട്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിരിക്കും. ആ വീഡിയോ ക്ലിപ്പുകളിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് ഡെലിവറി എടുക്കേണ്ടത്, ഓർഡർ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത്, അങ്ങനെയുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങനെ അതിനെ തരണം ചെയ്യണം, അതെല്ലാം ആ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഓരോരോ ക്ലിപ്പുകൾ കഴിയുന്നതിനനുസരിച്ച് 3 ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് നൽകേണ്ടതുണ്ട്.
പറയുന്നുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞ് എല്ലാ വീഡിയോകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സും പാസ്സായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കിതിൽ ജോലി ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ടൈമിനനുസരിച്ചുള്ള സ്ലോട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് സൊമാറ്റോയിലാണെങ്കിൽ ചെറിയ ഗിഗുകൾ എന്ന് പറയും. അഥവാ ഓരോ സ്ലോട്ട് ഉണ്ട്. ഇപ്പോൾ 7 മുതൽ 8 വരെ, അല്ലെങ്കിൽ 8 മുതൽ 9 വരെ, അല്ലെങ്കിൽ രാത്രി 10 മുതൽ 15 വരെ, 10 മുതൽ 11 വരെ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷനുകളുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ സമയം ലാഭമായത്, ഏതാണോ അവിടെ ആ ഒരു സമയത്ത് ഓടിക്കഴിഞ്ഞാൽ എത്ര നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു സുമാറായിട്ടുള്ള പ്രൈസും അവിടെ നൽകിയിട്ടുണ്ടാവും. അതൊക്കെ നോക്കി നിങ്ങൾക്ക് ബുക്ക് ചെയ്തുകൊണ്ട് ഓടുകയും ചെയ്യാം. ഇനിയപ്പോൾ സ്വിഗ്ഗിയിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് അതിലേക്ക് പ്രവേശിക്കാം. എപ്പോഴാണോ അതിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നത് അപ്പോൾ ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാ കോഴ്സുകളും ഈ ഒരു വീഡിയോ, എല്ലാ ഓപ്ഷനുകളും ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ അതിന് പ്രത്യേകിച്ച് ഡെമോ തരേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടാവും. അതെന്തായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എൻ്റെ സമയത്തിനനുസരിച്ച് റീപ്ലൈ നൽകുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.